98ാമത് ഓസ്കർ പുരസ്കാര പ്രഖ്യാപനം പുരോഗമിക്കുകയാണ്. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ. സിന്നേഴ്സിലെ അഭിനയത്തിനാണ് ഇപ്പോൾ പുരസ്കാരം. തുടർച്ചയായ 2ാം ഓസ്കർ പ്രതീക്ഷിച്ച ലിയോനാർഡോ ഡി കാപ്രിയോയ്ക്ക് നിരാശ. ഹാംനെറ്റിലെ അഭിനയത്തിന് ജെസി ബക്ലിയാണ് മികച്ച നടി. പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങിയത് പോൾ തോമസ് ആൻഡേഴ്സന്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച ചിത്രം, സംവിധായകൻ ഉൾപ്പെടെ 6 പുരസ്കാരങ്ങളാണ് ചിത്രം കരസ്ഥമാക്കിയത്. ഫൈസൽ ഹംസയുണ്ട്. ഫൈസൽ ഹംസ ലിയോനാർഡോ ഡി കാപ്രിയോയ്ക്ക് നിരാശയാണെങ്കിലും മൈക്കിൾ ബി ജോർദാനാണ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രം വാരിക്കൂട്ടിയത് 6 പുരസ്കാരങ്ങളാണ്. ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് നിശ്ചയമായും സന്തോഷിക്കാം. വലിയ ചരിത്ര പ്രഖ്യാപനമുണ്ടായത് ക്യാമറ പേഴ്സൺ ഒരു വനിതയാണ്. അതും ഓസ്കർ പുരസ്കാര വേദിയിൽ ആദ്യമായി ഛായാഗ്രഹണത്തിന് ഒരു വനിതയ്ക്ക് പുരസ്കാരം കിട്ടി എന്ന വാർത്തയും വരുന്നു. അവാർഡ് പ്രഖ്യാപനം അവസാനിച്ചോ? ഫൈസൽ ഹംസ, എന്താണ് വിവരങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഏതാകും മികച്ച ചിത്രം എന്നുള്ളത് തന്നെയായിരുന്നു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും അതോടൊപ്പം തന്നെ സിന്നേഴ്സും 2 ഏറ്റവും മികച്ച നടന്മാർ മാറ്റിവെക്കുന്നു. ഡി കാപ്രിയോയും അതോടൊപ്പം തന്നെ ഏറെ ഇത്തവണത്തെ പുരസ്കാരം നേടിയിട്ടുള്ള മൈക്കിൾ ബി ജോർദാൻ ഇത്തവണ പുരസ്കാരം നേടുമെന്ന് നിരീക്ഷകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ, അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമെന്നാണ് ആ സിനിമയെക്കുറിച്ച് നിരൂപകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്ക് പ്രിയോ 2ാം പുരസ്കാരം നേടുമോ അതോ മൈക്കിൾ ബി ജോർദാൻ തൻ്റെ ആദ്യ പുരസ്കാരം നേടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ അതിൽ ഡി കാപ്രിയോയെ നിരാശനാക്കിക്കൊണ്ട് മൈക്കിൾ ബി ജോർദാൻ സിന്നേഴ്സിലൂടെ അദ്ദേഹം ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ 2 ചിത്രത്തിൻ്റെയും പ്രത്യേകത. ഏറ്റവും മികച്ച നടന്മാർ മാറ്റിവെക്കുന്നു. ഡി കാപ്രിയോയും അതോടൊപ്പം തന്നെ ഏറെ ഇത്തവണത്തെ പുരസ്കാരം നേടിയിട്ടുള്ള മൈക്കിൾ ബി ജോർദാൻ ഇത്തവണ പുരസ്കാരം നേടുമെന്ന് നിരീക്ഷകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ, അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമെന്നാണ് ആ സിനിമയെക്കുറിച്ച് നിരൂപകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്ക് പ്രിയോ 2ാം പുരസ്കാരം നേടുമോ അതോ മൈക്കിൾ ബി ജോർദാൻ തൻ്റെ ആദ്യ പുരസ്കാരം നേടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ അതിൽ ഡി കാപ്രിയോയെ നിരാശനാക്കിക്കൊണ്ട് മൈക്കിൾ ബി ജോർദാൻ സിന്നേഴ്സിലൂടെ അദ്ദേഹം ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ 2 ചിത്രത്തിൻ്റെയും പ്രത്യേകത. ഏതാണ്ട് സമാനമായ രീതിയിലുള്ള കഥ പറയുന്നു എന്നുള്ളതാണ്. സിന്നേഴ്സ് പറയുന്നത് ഒരു കുറ്റവാളിയായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, നന്മയിലേക്ക് തിരിച്ചു വരുമ്പോൾ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്. അതോടൊപ്പം തന്നെ വൺ ആഫ്റ്റർ അനദർ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ഒരു പോരാളിയായിട്ടുള്ള ഒരു വിപ്ലവകാരിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം അതെല്ലാം മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള അദ്ദേഹം നേരിടുന്ന സംഘർഷങ്ങളായിരുന്നു. ഏതാണ്ട് സമാനമായി മനുഷ്യർ നേരിടുന്ന ആത്മസംഘർഷങ്ങളെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളായിരുന്നു വൺ ബാറ്റിൽ ആഫ്റ്റർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 അവാർഡുകളാണ് വാരിക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. മികച്ച ചിത്രം, മികച്ച സംവിധായകനുള്ള പുരസ്കാരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലൂടെ പോൾ തോമസ് ആൻഡേഴ്സൺ സ്വന്തമാക്കുന്നു. അതോടൊപ്പം തന്നെ എഡിറ്റിംഗ്, സഹനടൻ, അവലംബിത തിരക്കഥ, കാസ്റ്റിംഗ് എന്നീ പുരസ്കാരങ്ങളാണ് വൺ ബാറ്റിൽ അനദർ സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിന്നേഴ്സും ഒട്ടും മോശമാക്കിയില്ല. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നു സിന്നേഴ്സിന്. അതോടൊപ്പം തന്നെ ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം ലഭിക്കുന്നു. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരവും സ്വന്തമാക്കുന്നു സിന്നേഴ്സ്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഛായാഗ്രഹയ്ക്ക് ലഭിച്ചതാണ്. ഓട്ടം ഡ്യൂറാറ്റ് അർക്കാപ്പോ നേടിയ ഈ പുരസ്കാരം ഏറെ ശ്രദ്ധേയമാണ്. ആദ്യമായാണ് ഒരു വനിത നേടുന്നത് എന്നുള്ളത് മാത്രമല്ല, ഒരു ആഫ്രിക്കൻ വനിത, ഒരു കറുത്ത വർഗ്ഗക്കാരി ഈ പുരസ്കാരം നേടുന്നതും ആദ്യമാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമ 2005 ഇറങ്ങിയതാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചില ആളുകളെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. അതൊരു അമേരിക്കൻ കോമഡി ത്രില്ലറാണ്. പ്രേക്ഷകർക്ക് അതിൻ്റെ കഥയുടെ പ്ലോട്ട് ഞാൻ പറയുന്നില്ല. അതൊരു നോവലിനെ അധികരിച്ച് എഴുതിയതാണ്. ഈ മൈൻലാൻഡ് എന്നാണ് തോന്നുന്നു ആ നോവലിൻ്റെ പേര്. തോമസ് പിഞ്ചൺ എന്ന് പറയുന്ന ഒരു റൈറ്റർ എഴുതിയ നോവലാണ് അത്. ആ പുസ്തകം പിന്നീട് ഏറെക്കാലമായി സിനിമയാക്കാൻ ആൻഡേഴ്സൺ ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ ആ സിനിമ തിരക്കഥയായി എത്തുമ്പോൾ സ്വന്തം ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് എത്തുന്നത്. അപ്പോൾ മൈൻലാൻഡ് എന്ന നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ പുരസ്കാരം നേടിയിരിക്കുന്ന, പുരസ്കാരങ്ങളേറെ 6 ഡസൻ പുരസ്കാരം നേടിയിരിക്കുന്ന വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ.